ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിനൊക്കെ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പൂരാടത്തിൻ്റെ അന്നാണ് കേട്ടോ. അന്ന് മോളുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഈ ഒരു സമയം എനിക്ക് ഒട്ടും വയ്യാത്ത കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ. പനിയും കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ തിരക്ക്. ഓണം കഴിഞ്ഞ പടം കാരണം ചതയത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോയി. പിന്നെ അതിൻ്റെ തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാഞ്ഞത്. ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ലേറ്റ് ആയിട്ടോ. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഇനി വന്ന് നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ഈ ഒരു വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം വീണ്ടും ഞാൻ ഇടാനുള്ള കാര്യം നമ്മളെ എന്താ പറയുക, സ്നേഹിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ. ഞാനങ്ങനെ വീഡിയോസ് സ്ഥിരം ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളം ആയിട്ടുണ്ട് ഞാൻ വീണ്ടും ഈ വീഡിയോ ഇടാതിരുന്നിട്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ വീഡിയോസൊന്നും കാണാത്തത്, എന്താ കാണാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിട്ടോ. കാരണം നമ്മൾ അന്വേഷിച്ചിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നത് നമ്മൾ മുന്നേ ഉള്ള ഓരോരുത്തരുടെയും വീഡിയോസ് കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ആ ഒരു കമൻറ്റ് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ, നമ്മളെ അന്വേഷിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ സമയമില്ലാഞ്ഞിട്ടും ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ മാക്സിമം നോക്കട്ടെ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് വീഡിയോസും ഞാൻ അമ്പലത്തിൽ പോയതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സമയം കുറച്ച് കുറവായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനും അതേപോലെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റാഞ്ഞത്. കാരണം ഹോസ്പിറ്റലിലും ഇപ്പം കുറച്ച് നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തും എനിക്ക് എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും ഒന്നും നടക്കുന്നില്ല കേട്ടോ. അതാണ് ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി മാക്സിമം ഞാൻ നോക്കട്ടെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് നല്ല തിരക്കെന്ന് പറയാൻ പറ്റില്ല. കാരണം അന്ന് 2 പേരും രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇന്നത്തെയും പോലെ തന്നെ വിളക്കൊക്കെ കൊളുത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് എണീറ്റത് ഇളയ ആളാണ് കേട്ടോ. ആൾക്ക് ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റു. പിന്നെ ഞാൻ അത്തപ്പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മൂത്ത ആളും വന്നു. മൂത്ത ആൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അന്ന് ഓണം സെലിബ്രേഷൻ അല്ലേ, ആൾ ഒരുങ്ങിപ്പോകുന്നതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലായിരുന്നു ആൾ. അതുകൊണ്ട് ആൾ ഇത്രയും ഇന്ന് പൂരാടായിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം അത്രയും ദിവസം നമ്മൾ അത്തം തൊട്ട് അത്തം ഇട്ടിട്ടും ആൾ എണീറ്റിട്ടില്ല. അന്നാണ് കേട്ടോ ഫസ്റ്റ് ടൈം അവൾ അത്തം ഇടാൻ വേണ്ടിയിട്ട് വന്നിങ്ങനെ നിൽക്കുക. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് അത്തപ്പൂക്കളം ഒന്ന് റെഡിയാക്കി പൂക്കളൊക്കെ ഇറുത്ത്. അപ്പം പൂക്കൾ ഞാൻ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ വെളുപ്പിനെ പോയിട്ട് പൂ പറിക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പൂക്കളൊക്കെ ഇറുത്തിട്ടാണ് കേട്ടോ അത്തപ്പൂക്കൾ ഇടാറ്. അപ്പോൾ ആൾ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്ന് പൂവിടാനായിട്ട് ഇറുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇളയാളും ഓടി വന്ന് ഞങ്ങൾ 3 പേരും കൂടെ എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്തപ്പൂക്കളം കറക്റ്റായിട്ട് ഇടുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഭാഗങ്ങളെ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം വീണ്ടും അങ്ങോട്ട് പോകുമ്പോഴത്തേനും കുറച്ചും കൂടി എന്നും ഡെയിലി ചെയ്ത് വരുമ്പോൾ ചിലപ്പം പറ്റുമായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഇതേപോലെ കുറച്ച് പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മോളെ രാവിലെ തന്നെ ഞാൻ റെഡിയാക്കി. ഈ നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 6-6:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടേ ആളങ്ങ് നിൽക്കുക റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഒട്ടും വായിട്ടഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആൾ തന്നെ പെട്ടെന്നെല്ലാം റെഡി ആയതുകൊണ്ട്. അല്ലാതെ സ്കൂൾ ടൈം ആണെങ്കിൽ പിന്നെ വിളിച്ചുണർത്തണം, ബ്രഷ് ചെയ്യാനാക്കണം, കുളിപ്പിക്കാനാക്കണം, അങ്ങനെ ഭയങ്കര പണിയായിരുന്നു. പക്ഷേ ഈ സെലിബ്രേഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലായിരുന്നു, എല്ലാം സെറ്റായിരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം അത്തപ്പൂക്കളം ഞങ്ങൾ 2 പേരോടെ ചേർന്നിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇളയാളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ കുറച്ച് പരാക്രമമൊക്കെ കാണിച്ചതുകൊണ്ട് അമ്മ അവളെ എടുത്തിട്ട് പോയി. കാരണം പൂവ് നമ്മൾ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ പൂവൊക്കെ വാരി ഇങ്ങനെ വിതറാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്മേനെ വിളിച്ചു. അമ്മ വന്ന് മോളെ എടുത്തിട്ട് പോയിട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരോടെ ആയിരുന്നു ആ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം സ്പേസൊക്കെ വെച്ച് കുറവായതുകൊണ്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ അത്തമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ നേരൊക്കെ നല്ലോണം വെളുത്തു. പിന്നെ ഞങ്ങൾ 2 പേരെയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളയ ആളെ ഞാൻ മൂത്ത ആളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ അവളെയും കൂടെ ഉണർന്നിരിക്കുകയാണെങ്കിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടി അന്നത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളുടെ പിക്ചേഴ്സൊക്കെ ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തേക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.